നല്ല മേക്കിംഗ് ആണ്. നിസാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം റോഷാക്ക് ആണെങ്കിലും കെട്ടിയോളാണ്ട മലാഖ ആണെങ്കിലും നിസാം എല്ലാം ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് സിനിമയെ കാണുന്ന ആളാണ്. ഭയങ്കര രസകരമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളാണ്. അതാണ് പറഞ്ഞത്. പിക്ചറൈസേഷനും ഡയറക്ഷനും ഒക്കെ നല്ലതെന്ന് പറഞ്ഞത് അതാണ്. നല്ലൊരു പടം. ക്ലൈമാക്സ് വരെ സസ്പെൻസ് ഉണ്ട്. അതെ, ഒരു ത്രില്ലറാണ്. കൈൻഡ് ഓഫ് ഡിഫറെന്റ്. എല്ലാവരും വന്ന് കാണാം. എനിക്ക് ഓക്കെ. മേക്കിംഗ് എല്ലാം അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാം നല്ല രസമായിട്ടുള്ള പൃഥ്വിരാജിന്റെ നല്ലൊരു സിനിമ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതിനകത്ത് 2 കുട്ടികളുണ്ട്. കുട്ടികളുടെ അഭിനയം പൊളിച്ച്. ആ സിനിമയുടെ എന്താ പറയുന്നത്, ബെസ്റ്റ് പാർട്ടെന്ന് പറഞ്ഞാൽ ആ കുട്ടികളുടെ ആ ഒരു എല്ലാം അടിപൊളി. നല്ല രസമുണ്ട്, പോയി കാണാം, എല്ലാവരും പോയി കാണാം. നല്ല സിനിമ. ബ്രോ DOP ഒക്കെ അടിപൊളിയാണ്. മ്യൂസിക് ഒന്നും പറയാനുള്ളൂ. പേഴ്സണലി എനിക്ക് വർക്ക് അടിപൊളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് മ്യൂസിക്, സിനിമാറ്റോഗ്രാഫി എല്ലാ ഫീൽഡിലും ടെക്നിക്കൽ വൈസും മേക്കിംഗ് വൈസും എല്ലാവരും ബെറ്റർ ആയിട്ട് ചെയ്തിട്ടുണ്ട്. പൃഥ്വിരാജ് ആയാലും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ആ കൊച്ചു കുട്ടിയുടെ അഭിനയിച്ച കുട്ടികൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അതെ, ഒരു ത്രില്ലറാണ്. കൈൻഡ് ഓഫ് ഡിഫറെന്റ്. എല്ലാവരും വന്ന് കാണാം. എനിക്ക് ഓക്കെ. ആഭ്യന്തരം എങ്ങനെയായിരിക്കണം എന്നുള്ളൊരു തീമിൻ്റെ അകത്ത് കാണിച്ചിട്ടുണ്ട്. ഇതിലെല്ലാം കൂടെ ഇടകലർന്നൊരു ചിത്രമാണിത്. പൃഥ്വിരാജിന് പറ്റിയ വേഷം തന്നെ. കാരണം പൃഥ്വിരാജിൻ്റെ വേറിട്ടൊരു മുഖം, ഒരു പുതിയ മുഖം നമുക്ക് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ ഈ പാർവതി തിരുവനന്തപുരത്തിൻ്റെ എനിക്കൊന്ന് പഴയ ഒരു ദുഃഖപുത്രിയുടെ റോളാണ് അവർക്ക് കിട്ടുന്നത്. നന്നായിട്ട് പെർഫോമൻസ് ചെയ്തിട്ടുണ്ട് പാർവതി തിരുവനന്തപുരത്ത്. പിന്നെ ആ കുട്ടികൾ, ആ പെൺകുട്ടികൾ നന്നായിട്ടുണ്ട്. ആ പെൺകുട്ടികൾ മേക്കിംഗ് അടിപൊളി. അതാണ് ഞാൻ പറഞ്ഞത്. ഇതിൽ എല്ലാം കൂടെ ഇടകലർന്നൊരു വ്യത്യസ്ത പ്രമേയത്തിലെടുത്ത സമീർ എന്ന കഥയിൽ നിസാം ബഷീർ എടുക്കുന്ന ചിത്രങ്ങളൊക്കെ വ്യത്യസ്തമായ ചിത്രങ്ങളാണ്. റോഷാക്കാണെങ്കിലും എല്ലാം നല്ല സിനിമയാണ്. നല്ല സിനിമയാണെന്ന് പറഞ്ഞാൽ ഇതിനെ ഒരു ത്രില്ലറായിട്ട് വേണമെങ്കിൽ കാണാം. പക്ഷെ എനിക്കിത് കൂടുതൽ കണക്റ്റ് ആയത് ഇതൊരു പൊളിറ്റിക്കൽ സറ്റയറാണ് ഈ സിനിമ. അപ്പം ആ രീതിയിൽ നോക്കുമ്പോൾ പറയാതെ പറഞ്ഞു പോയ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ പറ്റിയാൽ ഒരു ഗംഭീര സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ചില കാര്യങ്ങൾ മനസ്സിലാകുന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്, ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന രീതിയിലും പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിന്തിച്ചാൽ മനസ്സിലാവുന്ന രീതിയും കൂടെ എല്ലാവർക്കും മനസ്സിലായാൽ എല്ലാവർക്കും ഇതൊരു ഗംഭീര സിനിമാറ്റിക് സിനിമ. സംശയമുണ്ടോ? നിസാം ബഷീർ മലയാള സിനിമയിൽ ഇന്നുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഡയറക്ടേഴ്സാണ്. ഒരു വേള നമ്മൾ ചിന്തിക്കും, റൈറ്ററാണോ മികച്ചു നിൽക്കുന്നത്, സംവിധായകനാണോ മികച്ചു നിൽക്കുന്നത്, സിനിമാറ്റോഗ്രാഫറാണോ മികച്ചു നിൽക്കുന്നത്, അഭിനേതാക്കളാണോ മികച്ചു നിൽക്കുന്നത് എന്നൊക്കെ നമുക്കൊരു സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തോന്നും. പക്ഷേ ഓൾ ടുഗദർ ഇതൊരു ഗംഭീര അറ്റംപ്റ്റാണ്. പല കാര്യങ്ങളും ഭയങ്കര രസമായിട്ട് പറഞ്ഞു പോയിട്ടുണ്ട്. അത് മനസ്സിലാകുന്നവർക്ക് ഇതൊരു ഗംഭീര സിനിമയായിരിക്കും. നല്ല സിനിമയാണ്. നല്ല മേക്കിംഗ് ആണ്. നിസാം ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇപ്പം റോഷാക്ക് ആണെങ്കിലും കെട്ടിയോളാണ്ട മലാഖ ആണെങ്കിലും നിസാം എല്ലാം ഭയങ്കര ഒരു ഡിഫറെൻ്റ് ആയിട്ട് സിനിമയെ കാണുന്ന ആളാണ്. ഭയങ്കര രസകരമായിട്ട് ട്രീറ്റ് ചെയ്യുന്ന ആളാണ്. ആൻഡ് അത് നിസാം വീണ്ടും ആവർത്തിച്ചിട്ടുണ്ട്. ഭയങ്കര രസമായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ടെക്നിക്കലി എല്ലാവരും ഭയങ്കര രസമായിട്ടുണ്ട്. ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ ഭാഗമാകാൻ പറ്റിയത്. അടിപൊളിയാണ്. എനിക്കുണ്ട്, ഇവനുമുണ്ട്. ആർട്ടിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് വർക്ക് ചെയ്യണം. ഞങ്ങൾക്ക് സിനിമയിൽ നല്ലൊരു ചാൻസ് വാങ്ങിച്ചത് ഈ സാറ് വഴിയാണ്. ഈ സാറും സിദ്ദിഖൊക്കെ വഴി ഞങ്ങൾക്ക് നല്ലൊരു ചാൻസ് കിട്ടി. അതിന് നന്ദി പറയണം. പിന്നെ സിനിമയിൽ നമുക്ക് സ്ക്രീനിൽ കിട്ടിയിട്ട് നമുക്ക് ഡയറക്ടർ സാറോട് പ്രത്യേകം നന്ദി പറയും. പിന്നെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ സിനിമയാണ്. പൃഥ്വിരാജിൻ്റെ നമ്മൾ ഇതുവരെയും അൺഎക്സ്പെക്റ്റഡ് ക്യാരക്ടർ. ഒത്തിരി നാൾക്ക് ശേഷം പൃഥ്വിരാജ് ഹൈപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൃഥ്വിരാജ് നമ്മൾ ഫസ്റ്റ് ഹാഫിൽ പൃഥ്വിരാജ് നമ്മൾ എത്ര പ്രതീക്ഷിക്കുന്നില്ല. സെക്കൻഡ് ഹാഫ് പൃഥ്വിരാജ് തകർത്ത് അടിച്ചു പൊളിച്ചു. ഒരിക്കലും ലാഗ് ഫീൽ ചെയ്തല്ല. ത്രില്ലിംഗ് മൂവിയാണ് തീർച്ചയായിട്ടും. ഇത് ആ സിനിമയിലെ 2 പിള്ളേരും നല്ല അടിപൊളിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അതിൽ പൃഥ്വിരാജിൻ്റെ വളരെ പക്ഷെ കുറെ നാൾക്ക് ശേഷം ഇനി പടത്തിൽ പൃഥ്വിരാജിൻ്റെ കൈഫ് വരുന്നുണ്ട്. ഇതിലും അപ്പുറം നമുക്ക് പ്രതീക്ഷിക്കാം. കാരണം പൃഥ്വിരാജിനെ നമുക്ക് കുറെ നാൾക്ക് ശേഷം വന്ന പടമാണ്. ഈ പടം എല്ലാവരും കാണും. മസ്റ്റ് വാച്ച് മൂവിയാണ്. കുറെ നാൾക്ക് ശേഷം ഇങ്ങനെ ഒരു ക്യാരക്ടർ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ടത് അൺഎക്സ്പെക്റ്റഡ് ആയിരിക്കും. പൃഥ്വിരാജിനെ എപ്പോഴും കാണുന്ന സ്റ്റണ്ടും എല്ലാം കാണണേ. ഇപ്പോൾ ഇതിനകത്ത് മറ്റൊരു സെക്കൻഡ് ഹാഫ് പൊളിച്ചടക്കി പടം മമ്പയില്ല. വളരെ സന്തോഷം. ഞാൻ കണ്ടിരുന്നു.
അല്ല മൊത്തത്തിൽ ഒരു സസ്പെൻസ് ഒക്കെ ഉള്ളൊരു പടം, സാധാരണ ആൾക്കാർക്ക് പ്രേക്ഷകർക്ക് കണ്ടാൽ ഇഷ്ടപ്പെടുന്ന ഒരു പടം. പൃഥ്വിരാജ് വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കഥയും അതുപോലെ തന്നെ ഡയറക്ഷൻ എല്ലാം പിക്ചറൈസേഷനൊക്കെ നന്നായിട്ടുണ്ട്. നല്ലൊരു പടം. അതാണ് പറഞ്ഞത്, പിക്ചറൈസേഷനും ഡയറക്ഷനും ഒക്കെ നല്ലതെന്ന് പറഞ്ഞത് അതാണ്. നല്ലൊരു പടം. ക്ലൈമാക്സ് വരെ സസ്പെൻസ് ഉണ്ട്. അതാണല്ലോ ഒരു സിനിമയ്ക്ക് ഒരു നല്ല ത്രെഡ് ഉണ്ടാകുക, ഒരു സസ്പെൻസ് അവസാനം വരെ നിൽക്കുക എന്നുള്ളതാണല്ലോ കാര്യം. അങ്ങനെ നല്ല പടം. താങ്ക് യു. ലൊക്കേഷനൊക്കെ ആണെങ്കിൽ ഭയങ്കര ഫ്രീ ആണ്. പിന്നെ എനിക്ക് ആ ലൊക്കേഷനിൽ നിന്ന് പൃഥ്വിരാജ് അങ്കിൾ എനിക്കും ചേച്ചിക്കുമായിട്ട് ഒരു പട്ടുപാവാട ഓണത്തിന് എടുത്ത് തന്നു. അല്ല, എൻ്റെ രണ്ടാമത്തെ സിനിമയായിരുന്നു. ആദ്യത്തെ സിനിമ ആശാൻ, രണ്ടാമത്തെ സിനിമ ഇത്, മൂന്നാമത്തെ സിനിമ ഈ മാസം ലാസ്റ്റ് ഇറങ്ങും, ഉന്മാദം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ. മീൻസ് സെറ്റൊക്കെ നല്ല രസമായിരുന്നു. പിന്നെ ആൻറ്റി അങ്കിളൊക്കെ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു, നല്ല കോമഡി ആയിരുന്നു അവിടെ. അവരെല്ലാവരും അല്ല, ഷോ കാണാൻ വേറെ ആരും വന്നില്ല. മീൻസ് ടിക്കറ്റ് 5 എണ്ണമാണ് വീട്ടിലേക്ക്. അപ്പോൾ പിന്നെ എനിക്ക് നല്ല ഇത് തോന്നി. ഞാൻ ആശാൻ കണ്ടപ്പോഴും ഞാൻ ഓർത്തു ഞാൻ തന്നെയാണ് സ്ക്രീനിൽ കാണുന്നത്. പിന്നെ ഈ നോബഡിയിലും കണ്ടപ്പോൾ ഒന്നും കൂടി ഹാപ്പിയായി. പിന്നെ ഉന്മാദത്തിലും കൂടി കാണണം. അങ്ങനെ പറഞ്ഞാൽ എനിക്ക് പറ്റില്ല, എനിക്ക് രണ്ടുപേരെയും ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു.